അങ്ങനെ കേരളത്തിലേക്കും SIR വരികയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിൻ്റെ രണ്ടാം ഘട്ടം രാജ്യത്ത് 12 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കമുള്ള 2026 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 12 ഇടങ്ങളിൽ ദേശവ്യാപക SIR നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനം നടക്കുകയായിരുന്നു ഡൽഹിയിൽ. നമ്മൾ ആ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് സംസാരിക്കുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. SIR ഒന്നാം ഘട്ടം ബീഹാറിൽ പൂർത്തിയായി. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. രണ്ടാം ഘട്ടം എന്ന നിലയിൽ 12 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അതിൻ്റെ വിശദവിവരങ്ങളെല്ലാം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളത് കേട്ടു. എന്തൊക്കെ പ്രധാന വിവരങ്ങളാണ്, എന്തൊക്കെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴുള്ളൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്റ്റേറ്റുകളുണ്ട്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, തമിഴ്നാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 4-5 സംസ്ഥാനങ്ങളുണ്ട്. അവിടെയെല്ലാം ഈ SIRൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളും ഒക്കെ SIRൻ്റെ പരിധിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ 12. പിന്നെ ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ SIRൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് നിലവിലുള്ള വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ 2004 വോട്ടർ പട്ടികയായിട്ട് താരതമ്യം ചെയ്തിട്ട് 2004 വോട്ടർ പട്ടികയിലുണ്ട്. ഇന്ന് ഫ്രീസ് ചെയ്ത വോട്ടർ പട്ടികയിലുമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷേ ബാക്കിയുള്ള ആളുകൾ നമ്മൾ ബീഹാറിൽ കണ്ടതുപോലെ സകല ഡോക്യുമെൻറ്റും ഹാജരാക്കി പുതിയ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ബീഹാറിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതേ ന്യായങ്ങളാണ്, നമ്മളുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ന്യായങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നും പറഞ്ഞത്. അതായത് മൈഗ്രേഷൻ, മരണം, ഇതൊക്കെ കൊണ്ട് വോട്ടർ പട്ടിക വെച്ചാൽ മരിച്ചുപോയ ആളുകളുടെ പേരുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വോട്ടർ പട്ടിക കാലഹരണം വെച്ചാൽ വലിയ ക്രമക്കേടുകളുള്ള വോട്ടർ പട്ടികയാണ്. പിന്നെ കുറേ ആളുകൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആളുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടാത്ത ഒന്ന് ഇന്നിപ്പോൾ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇവിടെ ആരും മരിക്കില്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ മൈഗ്രേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് ബീഹാറിൽ നടത്തി. അതിൻ്റെ റിസൾട്ട് എന്താണ് ആക്ച്വലി ഉണ്ടായിരുന്നത് നമുക്കിപ്പോഴും അറിയില്ല. ഇപ്പോൾ 65 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞു. ആരും ഇതേവരെ അപ്പീൽ നൽകിയിട്ടില്ല എന്നാണ്. ഒരു അപ്പീൽ പോലും ബീഹാറിലില്ല. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട കാര്യത്തിൽ ഒരു അപ്പീൽ പോലും ബീഹാറിലില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ അവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ മറിച്ചുള്ള കുറേ കണക്കുകളാണ്. എന്താ പറയുക, ആസൂത്രിതമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫാക്റ്റ് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. സുപ്രീം കോടതിയിലാണ് കേസ് നിൽക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടികളെ പലതിനെയും വിമർശിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതായത് ഈ വോട്ടർ പട്ടികയിൽ ബീഹാറിനെ സംബന്ധിച്ചാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത ആളുകളുടെ വിവരം കൃത്യമായി പ്രസിദ്ധപ്പെടുത്താത്തതിനെ ചൊല്ലി സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബീഹാറിൽ ആദ്യഘട്ടത്തിൽ ആ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാറുതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. വളരെ സുതാര്യമായിട്ടാണെങ്കിൽ 65 ലക്ഷം പേരുടെ പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ബൂത്ത് തലത്തിലുള്ള കണക്ക് ഇതാണ് എന്ന് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു തടസ്സവും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ ആ ഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അവസാനിച്ചത്. അതുപോലെ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ കുടിയിറക്കമോ ഒക്കെ മൂലം വോട്ടർ പട്ടികയിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ മരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതിന് പുറമെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അബദ്ധവശാൽ വിദേശികൾ ആരെങ്കിലും ഈ പട്ടികയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ നീക്കം ചെയ്യണം എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യഘട്ടത്തിൽ ബീഹാറിൽ SIR വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ബേസിക്കലി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൗരത്വ പരിശോധനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സെൻട്രൽ ഗവൺമെൻറ് അജണ്ടയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ബീഹാറിലെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ 12 സ്റ്റേറ്റുകളിലൂടെ കഴിഞ്ഞു, രാജ്യം മൊത്തം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ക്രോഡീകരിച്ച രൂപമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയാം. അപ്പോഴായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ അജണ്ട എന്തായിരുന്നു എന്ന് രാജ്യത്തിന് ബോധ്യപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു ഏകദേശം 10 ദിവസം മുമ്പാണ് ബീഹാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അവസാനത്തെ ഇടപെടലുണ്ടായത്.
ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് അവർക്ക് വിട്ടുകൊടുക്കുന്നുവെന്ന് സുപ്രീം കോടതി പറയുകയും ബീഹാർ SIR-മായി ബന്ധപ്പെട്ട കേസ് നവംബർ 4-ലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. നവംബർ 4-നായിരിക്കും ഇനി സുപ്രീം കോടതി ഈ കേസെടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. പക്ഷെ അതിനു മുമ്പേ ദേശവ്യാപകമായി 12 സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലെന്തെങ്കിലും ഇല്ല, അതിലൊരു പ്രശ്നമുള്ളത് വെച്ചാൽ ഇപ്പോൾ നവംബർ 4-ന് ബീഹാറിലെ കേസ് എടുക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഒന്നും പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ബീഹാറിൽ ഒരു ഇലക്ഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. ഒരു ഇലക്ഷൻ പ്രക്രിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടോ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല. അതാണ് രാജ്യത്തെ രീതി. അപ്പോൾ അതുകൊണ്ട് നവംബർ 4-ന് ബീഹാറിനെ കുറിച്ച് ഒരു സംഗതിയും സുപ്രീം കോടതി പറയാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതൊരു പഴുതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 12 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപിച്ചതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതൊരു പഴുതായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ കേരളം ഒരു സവിശേഷമായ കേസായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നടത്തരുത് എന്ന് കേരളം ആവശ്യപ്പെട്ടത് ഇപ്പോൾ തീവ്ര പരിഷ്കരണം കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടല്ല. കേരളത്തിലൊരു ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതിൻ്റെ വോട്ടർ പട്ടിക നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നവംബർ 1st വീക്കിലോ അല്ലെങ്കിൽ നവംബർ 2nd വീക്കിലോ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഡിസംബർ 15-ാം തീയതിയോടുകൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കണം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് കേരളം നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ എന്താ പറയുക, ഓരോ ബൂത്തിലും BLOമാരെ ഓപ്പറേറ്റ് ചെയ്ത് ഇത്തരം വിവരങ്ങളൊക്കെ ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കി ഇതിൻ്റെ പുറകെ നടക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കഴിയില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുണ്ട്, ഗ്രാമപഞ്ചായത്ത് വാർഡുണ്ട്, മുനിസിപ്പൽ വാർഡുണ്ട്, ജില്ലാ പഞ്ചായത്ത് വാർഡുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുണ്ട്. ഇതൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിവെക്കണമെന്നുള്ളത്. അതുപോലും പരിഗണിക്കാതെ ഇതങ്ങ് പ്രഖ്യാപിക്കുക ചെയ്തത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിൽ ഇപ്പോൾ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും വരാൻ പോകുന്നില്ല. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക അനുസരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ അത് മെയ്യിലേ നടക്കുന്നുള്ളൂ. ഇത് ഒരു മാസം കൂടെ മാറ്റി വെച്ചിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. എന്നിട്ടും അതിപ്പോൾ തന്നെ നടത്തണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശഠിക്കുകയാണ് ചെയ്യുന്നത്. ആ ശഠിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്കി പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന ഒരു അജണ്ടയുടെ ഭാഗം തന്നെയായിട്ട് നമ്മളതിനെ കാണണം. അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇതുകൊണ്ട് ഇനി സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ, ബീഹാർ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക, സുപ്രീം കോടതി പോയി വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ട എന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റില്ല, ഒരു കോടതിക്കും പറയാൻ പറ്റില്ല. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അല്ലല്ല നിങ്ങൾ പരിഷ്കരിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഡയലമ അവിടെ ഉണ്ട്. ഒരു കോടതിക്കും അത് പറയാൻ പറ്റില്ല. നിങ്ങളെടുത്ത നടപടികൾ ശരിയാണോ അല്ലയോ എന്ന് മാത്രമേ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. നടപടികൾ ശരിയാണോ അല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് മുഴുവൻ പൂർത്തിയായതിന് ശേഷമേ പലപ്പോഴും, ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യത്തിൽ കോടതി അത് പറഞ്ഞു. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഏറ്റവും അവസാനം കോടതി പറഞ്ഞത് ഇത് പരിഷ്കരണം നടക്കട്ടെ, ഇത് കഴിഞ്ഞതിന് ശേഷം, ഇതിൻ്റെ അന്തിമ വിവരം പുറത്തു വന്നതിന് ശേഷം നമുക്ക് അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അപ്പം നോക്കാം, അല്ലെങ്കിൽ അത് അപ്പോൾ പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ പ്രോസസ്സ് ഞങ്ങൾ റദ്ദാക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയേ കോടതിക്ക് പറ്റൂ. അപ്പോൾ ഇതൊരു പഴുതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ടാണോ ഇത് കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം BJPക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്ന ആക്ഷേപം പലകുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടിട്ടുണ്ട്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നുള്ള ആക്ഷേപം കേട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP നേതാക്കൾ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായാലും അമിത്ഷായാലും മറ്റ് BJP നേതാക്കൾക്കെതിരെയായും വരുന്ന പരാതികളുടെ മേൽ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അവിടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് വരുന്ന ഗൗരവമായ ആക്ഷേപങ്ങൾക്ക് പോലും ഒരു മറുപടിയും പറയുന്നില്ല എന്നുള്ള പരാതി അവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ഡാറ്റ വെച്ചുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിനൊരു മറുപടി പറയാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, എന്നുവെച്ചാൽ യുക്തിസഹമായ മറുപടി പറയാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് രാജ്യത്തെ എല്ലാവർക്കും ഏതാണ്ട് ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണം ഇതിനെ കാണാൻ. അവിടെ ഈ കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. പിന്നെ ബീഹാറിൻ്റെ കാര്യത്തിൽ സവിശേഷമായിട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയുകയില്ല. അപ്പോൾ അതൊരു സൗകര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് പ്രഖ്യാപിക്കും. അപ്പോൾ ഇന്ന് രാത്രി മുതൽ ഇതിൻ്റെ പ്രൊസീജിയർ ആരംഭിക്കുകയാണ്. BLOമാർക്കുള്ള പരിശീലനം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കയുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ആശങ്കയുണ്ട്. ഇതൊക്കെ ഈ ആശങ്കകളൊക്കെ കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹമാണല്ലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിലെ പ്രതിനിധി എന്ന് പറയുന്നത്.
അദ്ദേഹം ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നടക്കുക. ആ സമയത്ത് പാരലലി ഈ പ്രക്രിയയോടെ നടത്താൻ പ്രയാസമുണ്ട് എന്നുള്ള വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതവർ പരിഗണിക്കുന്നില്ല. അതായത് അങ്ങനെ ഒരു പരിഗണന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കാരണം വെച്ചാൽ 3 സംവിധാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും. 3 സംവിധാനങ്ങളിലേക്കുള്ള കാൻഡിഡേറ്റുമാരെ രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കണം. അതിന് അവരുടെ പ്രചാരണം നടത്തണം. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ സ്ഥലത്തും ഏജൻറ്റുമാരെ ഫിക്സ് ചെയ്യണം. ഈ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കുക. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിടിപ്പത് പണിയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേരോട്ടമുള്ള കൂടുതൽ ജനബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പിടിപ്പത് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇവർ ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ ഈ പണി ചെയ്തോളാം എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അത് പ്രത്യേകമായ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് നമ്മൾ എന്താ പറയുക നിശ്ചയമായും സംശയിക്കണം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ. കാരണം കേരളത്തെക്കുറിച്ച് പല തരത്തിലുള്ള വ്യാജങ്ങൾ പ്രചരിപ്പിക്കാൻ BJP വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്. കേരളം എന്താ പറയുക രാജ്യവിരുദ്ധരുടെ താവളമാണ് എന്നുള്ള ആക്ഷേപമൊക്കെ വലിയ തോതിൽ, ഒരു അടിസ്ഥാനമില്ലാത്ത ആക്ഷേപം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഈ പ്രക്രിയ കഴിയുമ്പോൾ ആ ആക്ഷേപത്തിന് എന്താ ബലം നൽകുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് വരെ നമുക്ക് സംശയിക്കണം. ഡെഫിനറ്റ്ലി അങ്ങനെ സംശയിക്കണം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ നടക്കണ്ടല്ലോ. മെയ്യിലല്ലേ, ഏപ്രിലോ മെയ്യിലോ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ. ജനുവരിയിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നത്. ബീഹാറിൽ എപ്പോഴാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പാണ് അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നത്. ഇവിടെ അത് നടത്താമല്ലോ. അപ്പോൾ എന്തിനാണ് കേരളത്തിൽ ഇപ്പോൾ വളരെ തിരക്കപ്പെട്ട് നടത്തുന്നത് എന്നുള്ളത് ഒരു എന്താ പറയുക ഡിബേറ്റബിൾ പോയിൻ്റാണ്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് അവർ പോവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബീഹാറിൽ 1ാം ഘട്ടം കഴിഞ്ഞു. അവിടെ ഒരുപാട് പരാതികളുണ്ട്. എത്ര തന്നെ അപ്പീലുകൾ വന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാലും ഒരുപാട് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുപാട് പരാതികളുണ്ട്. ഒരുപാട് പഠനങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വോട്ടർമാരെ ഒഴിവാക്കിയത് സംബന്ധിച്ച്. ഇങ്ങനെയുള്ള പരാതികൾ കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ പൊതുജനം കൂടുതൽ ഡോക്യുമെൻറ്റുകളെക്കുറിച്ചൊക്കെ അവെയറാണ്. നമുക്കതിനൊക്കെ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും 12 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടപ്പാക്കുന്ന സമയത്ത് ഈ പരാതികളുടെ ബാഹുല്യം കൂടുതലല്ലേ ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനെ പരാതികൾ വന്നിട്ടും അത് മൈൻഡ് ചെയ്യാത്തൊരു ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയും വ്യാപകമായി ഒരു പ്രക്രിയ നടക്കുമ്പോൾ അത്രയും വ്യാപകമായി പരാതികൾ വരാൻ സാധ്യതയുണ്ട്. അത്രയും വ്യാപകമായി പരാതികളെ അവഗണിക്കാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു മനോഭാവം ഉണ്ടാവും. അത് ഒരു അപകടം. അതിനും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് 12 ഇടത്ത് ഒരേ സമയം പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലാണ്. ആ 5 സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നെ മതി. കാരണം വെച്ചാൽ അപ്പോൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവുമല്ലോ ഈ തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള വോട്ടർ പട്ടിക. കാരണം ആ ഗ്യാപ്പിൽ മരിക്കുന്ന ആളുകളുണ്ടാവും. ഡെഫിനറ്റ്ലി ഇപ്പോൾ ആളുകൾ മരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ആരും മരിക്കാതിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എങ്ങാലും ആളുകൾ മരിക്കും. അതായത് ഈ തീവ്ര പരിഷ്കരണം കഴിഞ്ഞാലും ആളുകൾ മരിക്കും. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മരിക്കും, മധ്യപ്രദേശിൽ മരിക്കും. അവിടെയൊന്നും ഇപ്പോൾ അടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനില്ല. അപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം പിന്നീട് നടത്തിയാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്രയും പേരെ കൂടെ വേണമെങ്കിൽ ഒഴിവാക്കാം. കുറച്ചും കൂടെ കുറ്റമറ്റ വോട്ടർ പട്ടികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അഭിമാനിക്കാനേ സാധിക്കുള്ളൂ. കാരണം അത് കഴിഞ്ഞാലും ഇതൊക്കെ സംഭവിക്കും. ഉത്തർപ്രദേശിൽ നിന്ന് ആളുകൾ ചിലപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യാൻ വരും. ആ ജോലി ചെയ്യാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഇവിടെ തന്നെ കുറച്ചാലും കൂടെ താമസിക്കാൻ വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ വോട്ടർ പട്ടിക പേരെടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് കുടിയേറിയ ആളുകൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അവർ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അവരവിടെ ഉണ്ടാവും. ഇതൊക്കെ ഇനിയും സംഭവിക്കും. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തീവ്ര പരിഷ്കരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറ്റമേ ഇല്ല എന്നാണ് നമ്മൾ ധരിക്കുക. അങ്ങനെയല്ല, ഇത് ഫൂളിഷ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും വോട്ടർ പട്ടിക പരിഷ്കരണം സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പും നടക്കുന്നതാണ്. പിന്നെ ഈ ചെയ്യുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി. ആ ഉദ്ദേശത്തിൽ ഒരു കാര്യമാണ് ഇത് 12 ഇടത്ത് ഇപ്പോൾ ബീഹാറിൽ മാത്രം ചെയ്തപ്പോൾ 65 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൽ മരിച്ചുപോയ ആളുകളുണ്ട്, കുടിയേറിയ ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ കണക്കുകളും അവർ പറയുന്നുണ്ട്. ആ കണക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതികളുടെ പ്രവാഹം ഉണ്ടായത്. ആസൂത്രിതമായി കുറേ ആളുകളെ ഒഴിവാക്കി എന്നുള്ള ആക്ഷേപം അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അപ്പീലില്ല എന്നാണ് തെരഞ്ഞെടുപ്പ്, ഒരു അപ്പീൽ പോലും ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 7-8 കോടി ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു വോട്ടർ പട്ടികയിലെ പരിഷ്കരണം നടത്തി കഴിഞ്ഞിട്ട് ഒരപ്പീൽ പോലും ഇല്ലാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെ നമ്മൾ ധരിക്കണം. ഒരപ്പീൽ പോലും ഇല്ലെങ്കിൽ
അത് തന്നെ ഒരു കുഴപ്പമാണ്. കാരണം അപ്പീലൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ അത് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എന്തിനു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവിടെ മറുപടി ഉണ്ടാവും. അപ്പോൾ ഈ 12 അടുത്ത് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ 7-8 കോടി മനുഷ്യരാണെങ്കിൽ ഉത്തർപ്രദേശിൽ എത്ര കോടിയാണ്, മധ്യപ്രദേശിൽ എത്ര കോടിയാണ്, കേരളത്തിൽ 4 കോടിയുണ്ട്, തമിഴ്നാട്ടിൽ എത്ര കോടിയാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഡാറ്റയാണ്. ഓക്കെ, അതിന് എല്ലാ സ്റ്റേറ്റിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട്, അവർ പോയൊക്കെയാണ് കണക്ട് ചെയ്ത്. അല്ല കേരളത്തിലെ ഉദ്യോഗസ്ഥരല്ല, തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന പരാതികളുടെ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യും? അത് ജില്ലാ ഭരണാധികാരിക്കാണ് പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ താഴെ ലെവലിലൊന്നും പരാതി കൊടുക്കാൻ സ്കോപ്പില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർക്കേ പരാതി കൊടുക്കാൻ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു വോട്ടർ അവിടുത്തെ ജില്ലാ ഭരണാധികാരിക്ക് കൊണ്ട് പരാതി കൊടുക്കും എന്ന്, ഇപ്പോൾ 100 പേര് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര പേര് പരാതി കൊടുക്കുന്നുണ്ടാവും നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം. കൊടുത്ത പരാതി തന്നെ എങ്ങനെ സപ്രസ് ചെയ്യാം എന്നുള്ളത് ബീഹാറിലൊരു ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊരു കൃത്യം ലക്ഷ്യത്തോടുകൂടെ നടപ്പാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ സഹ കമ്മീഷണർമാരും വളരെ ഭംഗിയായി അഭിനയിച്ചു കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വോട്ട് ചോരി അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ആയുധം ഈ ഒരു SIRൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ബീഹാറിൽ ഗ്രൗണ്ടിൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കേരളത്തിലടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കോടതിയിൽ പോയി നേരിടണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അങ്ങനെ ഒരു നീക്കം വേണം എന്ന് നമ്മൾ നേരത്തെ അഭിപ്രായപ്പെട്ടതുപോലെ ഇങ്ങനെ കൂട്ടമായ ഒരു അറ്റംപ്റ്റ് വരുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഇതിനെ തടയാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളായിരിക്കും സ്വീകരിക്കുക? പ്രത്യേകിച്ച് ഈ വോട്ട് ചോരി വിഷയത്തിൽ കൂടുതൽ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവർ സ്വീകരിക്കണ്ടേ? അത് വേണം ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച പ്രോസസ്സ് തന്നെ കൂട്ടമായി കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നു. അവിടെ നിന്ന് വന്ന ഡാറ്റ സ്ക്രൂട്ടനൈസ് ചെയ്ത് അത് വൃത്തിയായിട്ടാണോ അത് ചെയ്തത് അല്ലയോ എന്നുള്ള ഉത്തരം കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളിടത്ത് നടത്തിയാൽ മതി. അതിന്മേൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കട്ടെ, എന്നിട്ട് ഇത് തീരുമാനം ബാക്കിയുള്ളിടത്ത് നടത്തിയാൽ മതി എന്നുള്ള ഒരു ഡിമാൻഡ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കേണ്ടതാണ് സുപ്രീം കോടതിയിൽ. അത് കുറെ കൂടി ലോജിക്കലാണ്. കാരണം ബീഹാറിൽ നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞത് ഇത് ഒരു പൈലറ്റ് കേസായിട്ട് നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പൈലറ്റ് കേസ് യുക്തിഭദ്രമായിട്ടാണോ നടത്തിയത്? അവിടെ ഈ പറയുന്ന പോലെ അപ്പീൽ ഒരെണ്ണം പോലും ഇല്ലാതെ അത് പരിഹരിച്ചോ? അപ്പോൾ അപ്പീലില്ലാത്ത പരാതി കൊടുത്ത ആളുകൾക്ക് മുഴുവൻ അവരുടെ നീതിപൂർവമായ പരിഹാരം ഉറപ്പായോ? പരാതിയുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരണ്ടേ? ആ ക്ലാരിറ്റി വരണമെങ്കിൽ ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ വോട്ടർ പട്ടിക പ്രോസസ്സ് ചെയ്യണം. പരാതികളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ പുറത്തേക്ക് വരണം. ഇതൊക്കെ കഴിയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ഈ തീവ്ര പരിഷ്കരണം എന്ന് കോടതിയിൽ പറയാനുള്ളൊരു ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം. അതോടൊപ്പം ഈ പറയുന്ന വിധത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇപ്പോൾ ബീഹാറിൽ തന്നെ ഈ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയവരുടെ ഡാറ്റ അത് ശരിക്ക് എളുപ്പത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന അവിടെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. അവരിപ്പോൾ ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ തിരക്കില്ല. അവർക്ക് ഇതിനകത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവർക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം, ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണം, സീറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള തർക്കം തീർക്കണം, ഇലക്ഷൻ പ്രചരണത്തിനുള്ള പണം ഉണ്ടാക്കണം, പ്രചരണത്തിന് ഓടി നടക്കണം. ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഈ ഡാറ്റ മാച്ച് ചെയ്യാനൊന്നുമുള്ള സമയം കിട്ടില്ല. ഇത് കഴിഞ്ഞാലേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഡാറ്റ വരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നടത്താം എന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ഏതായാലും രാജ്യവ്യാപകമായി SIR കൊണ്ടുവരുന്നതിൻ്റെ 2ാം ഘട്ടമെന്നോണം 12 ഇടങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്, ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് SIR നടപ്പാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടികൾ ഇതിനെതിരെ കുറച്ച് വൈകിപ്പിക്കാനെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കേണ്ടത് അനിവാര്യമാണ്. അതുമാത്രമല്ല, ബീഹാർ നമുക്ക് മുന്നിലുണ്ട്. 1ാം ഘട്ടം SIR ബീഹാറിൽ നടപ്പാക്കി കഴിഞ്ഞതാണ്. അവിടെ നിന്ന് എന്താണ് അന്തിമ ഫലങ്ങൾ എന്ന് പുറത്തു വരേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനം തീരുമാനിക്കാൻ പാടുള്ളൂ. അത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്, കോടതിയിൽ അത് ചലഞ്ച് ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. അവരത് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.